വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ തീമാണ്. ലാസ്റ്റ് ആയിട്ടിട്ട് ലോങ് വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഒരു തീം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം ആരും എൻ്റെ വീഡിയോസ് കാണാത്തതുകൊണ്ട് തന്നെ ഒരാൾ സജസ്റ്റ് ചെയ്ത തീമായിരുന്നു ഇത്. കുറേ ചെറീസൊക്കെ തപ്പി നടന്നെങ്കിലും എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഈ ചെറീസാണ്. നമ്മൾ വരക്കണ പോലത്തെ ചെറീസൊന്നും കിട്ടൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറിയ തീമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും ഇതേപോലെ കഴിക്കാറുണ്ട്. നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ കാണിക്കുന്ന സംഭവം ഉണ്ടാക്കാൻ 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ: കേക്ക്, ഐസ്ക്രീം, ചെറീസ്. ഏതെങ്കിലും മോഡലിൽ ഒരു കേക്ക്, കുറച്ച് വാനില ഐസ്ക്രീം, കുറച്ച് ചെറീസ്, ഇത് മാത്രമാട്ടോ അതിൽ യൂസ് ചെയ്യണത്. ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഈ കേക്ക് ഞങ്ങളെ നാട്ടിൽ എപ്പോഴും പലചരക്കടിയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന സംഭവമാട്ടോ ഈ കേക്ക്. എല്ലായിടത്തും ഇത് കിട്ടാറുണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ എപ്പോഴും കൊണ്ടുവരലുണ്ട് ഞങ്ങളെ വീട്ടിൽ. പിന്നെ അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട്, ചെറീസ് ഇട്ട്, ഐസ്ക്രീം ഇട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കാം. ഇങ്ങനെ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ചും കൂടി കേക്കൊക്കെ കാണുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഐസ്ക്രീം കാരണം ഒന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് കഴിക്കണ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. നമ്മൾ പല വീഡിയോസിലും ഇങ്ങനെ കഴിക്കണ വീഡിയോസൊക്കെ കാണാറില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവലുണ്ടെങ്കിലും എന്തോ ഞാൻ കഴിക്കുമ്പോൾ എനിക്കത്ര വലിയ ഇഷ്ടമാവണില്ല കേട്ടോ. ഞാൻ കഴിക്കണത് കാണാൻ വലിയ രസമില്ലാത്ത പോലെ. ഈ വീഡിയോ ഒരു ചെറിയ തീമായതുകൊണ്ട് തന്നെ ഒരു ഫേസ് ഡ്രോയിങ്ങും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. എൻ്റെ കയ്യിൽ ഫേസ് ഡ്രോയിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനിത് വീഡിയോയിൽ ചെയ്തത് ആദ്യമായിട്ടാണ്. പിന്നെ ഫസ്റ്റ് ഒരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട്, അതൊരു സംഭവം സെറ്റായി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്ത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ആദ്യം ഞാനൊരു ചെറിയ ചെറീസാണ് വരക്കാൻ വിചാരിച്ചത്, പക്ഷെ അത് വരച്ച് വന്നപ്പോൾ വീഡിയോയിലൊന്നും കാണാത്ത പോലെ. അപ്പോൾ ഞാനൊരു വലിയ ചെറിയ ആക്കിയാണ്ട് തന്നെ ഫേസിൽ ഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വലിയ ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൈ കൊണ്ടാട്ടോ ഞാൻ ഈ വട്ടൊക്കെ ഇട്ടത്. പിന്നെ ഇങ്ങനെ വൈറ്റ് കുത്തൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും എനിക്കെന്തോ ഈ ചെറീസ് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് സെറ്റായി കിട്ടിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് വരച്ച് വെച്ച ചെറീസില്ലേ അത് മായ്ക്കാമെന്ന് കരുതി. രണ്ടും കൂടി ഫേസിൽ കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും എന്ന് തോന്നിക്കാണ്ട് ഞാനത് മായ്ച്ചിട്ടോ. അങ്ങനെ അത് ഫുള്ള് മായ്ച്ച് റെഡിയാക്കിയതിൻ്റെ ശേഷം കുറച്ച് വൈറ്റ് കുത്തൊക്കെ ഇട്ടെടുത്തുകൊണ്ട് എൻ്റെ ചെറീസ് ഇവിടെ ഞാൻ സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഫൈനൽ ലുക്ക് കാണണ്ടേ, ഇതാണ് കേട്ടോ ശരിക്കുള്ള ഫൈനൽ ലുക്ക്. വിട്ടുന്ന് കാണുമ്പോൾ വലിയ മനസ്സിലാവണില്ലാത്ത പോലെ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അടുത്ത് വന്നുകൊണ്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പരിപാടി കുറച്ച് ജേർണലിങ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പണ്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ വല്ലാതെ ചെറീസിൻ്റെ പിക്കാളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പിക്കാളൊക്കെ ഞാൻ വരച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ ഈ മഴക്കാലത്ത് പ്രിൻ്റ് എടുക്കാനൊന്നും പോകാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കാമെന്ന് കരുതി. ഫസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യണ വീഡിയോ ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല, എന്തിനാ വെറുതെ കുറേ വീഡിയോ ലെങ്ത്ത് കൂട്ടണമെന്ന് കരുതി. പിന്നെ ഈ നല്ല ഡാർക്ക് റെഡായിട്ട് കാണുന്ന ഈ സംഭവങ്ങൾ ഇതാണ് പിന്നെ ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്ന കുറച്ച് സംഭവങ്ങൾ. ആ 2 സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ബാക്കി ഫുള്ള് ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. ഈ പേപ്പറും ഞാൻ അന്ന് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ തേക്കണതിന് മുന്നേ ഞാൻ എല്ലാം ഒന്ന് എങ്ങനെയൊക്കെ വെക്കണം എന്ന് നോക്കിയിരുന്നു കേട്ടോ. അതിന് ശേഷം മാത്രമേ ഞാൻ വെക്കലുള്ളൂ, കാരണം ഞാൻ ചെയ്താൽ എത്രത്തോളം റെഡി ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഇനി എല്ലാ സംഭവങ്ങളും ഒട്ടിക്കണ പരിപാടിയിലാട്ടോ. ഇതിങ്ങനെ ഒട്ടിച്ച് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ വരച്ച സംഭവങ്ങളൊക്കെ ഓവറായിട്ട് വലിപ്പമുണ്ടോ എന്നൊരു തോന്നൽ, ഒന്നൊരു അഡ്ജസ്റ്റ് ആയി പോവാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയൊക്കെ അത് സെറ്റാക്കി എടുത്തതാട്ടാ. ഈ ചാനലിൽ കുറച്ച് നോട്ട്സൊക്കെ ആക്കാമെന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചത്. എഴുതുന്നതിന് മുന്നേ എല്ലാതും ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതിൻ്റെ ശേഷം എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കണത്. എൻ്റെ വീഡിയോസിൽ എല്ലാവരോടും ഞാൻ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയലുണ്ടെങ്കിലും ആരും കമൻറ്റ് ചെയ്യാറോ ലൈക്ക് ചെയ്യാറോ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും തീമിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് കാരണം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി എന്ന് പറയണത് കേട്ടോ. ഇനി ഈ വീഡിയോസ് കാണുന്നവരെങ്കിലും കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്.
അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഞാൻ ഈ സംഭവത്തിൽ ഇനി എഴുതാൻ പോവാണ്. ഒന്നുമില്ല, കുറച്ച് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് കോഡ്സ് എടുത്തുകൊണ്ട് ഇതിൽ എഴുതാമെന്ന് കരുതി. ഒരു ജേണലിൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് എഴുത്തൊക്കെ വേണ്ടേ, നാലെല്ലാം സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ജേണലിങ് കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞൊന്നും വിചാരിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡ്രോയിങ് വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു ഡ്രോയിങ് വീഡിയോ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താൻ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. ചാനലേ ആർട്ട് ചാനലാകുമ്പോൾ എന്താ അല്ലേ, ഒരു ഡ്രോയിങ് വീഡിയോ ഉണ്ടായി എന്ന് കരുതി ഇപ്പം എന്താ ഒരു കുഴപ്പം. അങ്ങനെ ഈ ചാനലിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ചെയ്താട്ടാ. ഇനി കുറച്ച് ചെറീസ് എഴുതിക്കാണ്ട് ഒരു സംഭവം കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റെ സെറ്റായി. ഈ ചാനൽ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ചാനലാണോ അതോ ഈ ചാനലാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഡ്രോയിങ് വീഡിയോ ആണ്. ഈ വീഡിയോയിലും ഞാൻ വലിയ സംഭവമായിട്ടുള്ള ഡ്രോയിങ് ഒന്നും ആഡ് ചെയ്യണില്ല. ജസ്റ്റ് ഒരു ചെറിൻ്റെ കേക്ക് അത്രേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ജേണലാണോ ഡ്രോയിങ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ജേണലാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡ്രോയിങ് നല്ല വൃത്തിയിൽ വരക്കണം, നല്ല സൂപ്പറാക്കണം എന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പണി കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഡ്രോയിങ്ങും ഒരു 5 മിനിറ്റ് കൊണ്ട് തീർത്തൊരു ഡ്രോയിങ് ആയിരുന്നു. ഇനി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിനി ഷോർട്ട് വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. നല്ല കമൻ്റ് ആണെങ്കിലും ചീത്ത കമൻ്റ് ആണെങ്കിലും ഒരു കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.